ഹായ് ആൾ, ജയിലോന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതറിഞ്ഞോ നിങ്ങൾ? അപ്പോ CSEB-യുടെ ജൂനിയർ ക്ലർക്കിന് നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു ബാങ്ക് ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി മടിക്കണ്ട, എത്രയും പെട്ടെന്ന് ജയിലോണിന്റെ CSEB ജൂനിയർ ക്ലർക്കിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ പുതിയ സിലബസിൽ കുറെ സബ്ജക്ട് വന്നിട്ടുണ്ട്. ആ ടോപ്പിക്സും നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഏരിയാസും അമെൻമെന്റ് ക്ലാസ്സും ഒക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോ സ്വപ്നം കാണാൻ മാത്രം പഠിച്ചാൽ പോരാ, ആ സ്വപ്നം നേടി എടുക്കാനും കൂടി പഠിക്കണം. എന്നാലേ നമ്മുടെ ഡ്രീം ലൈഫ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോ CSEB-യുടെ ജൂനിയർ ക്ലർക്കിന്റെ ക്ലാസ്സുകൾ ജയിലോണിൽ ആരംഭിക്കുന്നു. അഭിമാനിക്കാൻ ഒരു ബാങ്ക് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇനി കാത്തിരിക്കാൻ സമയമില്ല. താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് ജയിലോണിന്റെ CSEB ജൂനിയർ ക്ലർക്കിന്റെ കോഴ്സ് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് സിലബസ് കവറേജ്, ലൈവ് ക്ലാസ്സസ്, മോക്ക് എക്സാം, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 1 year വാലിഡിറ്റി ആണ്. മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഞാനായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരിക. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ റിവൈസ് ചെയ്യണം, പ്രോപ്പർ ടൈം ടേബിളിലൂടെ നിങ്ങളെ പഠിപ്പിച്ച് എടുക്കും നമ്മൾ. അപ്പോ 2027 നിങ്ങൾക്ക് ബാങ്ക് ജോലി കരസ്ഥമാക്കണോ? അപ്പോ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. CSEB-യുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ അങ്ങനെ 5th March 2026 വന്നിരിക്കുന്നു. അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ തീയതി 4th April 2026 ആണ്. ലാസ്റ്റ് ഡേറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ CSEB-യുടെ ജൂനിയർ ക്ലർക്ക് എക്സാം ഓൺലൈൻ ആക്കിയിട്ടില്ല, ഭാവിയിൽ ആക്കാം. ഇപ്പൊ ഓഫ്ലൈൻ എക്സാം തന്നെയാണ്, OMR എക്സാം തന്നെയാണ് നടത്തുന്നത്. ഇനി നമ്മുടെ CSEB ഇപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. നേരത്തെ ഓഫ്ലൈൻ ആയിരുന്നു, ഇപ്പൊ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ആരും ഇനി ഓഫ്ലൈൻ സമർപ്പിക്കണ്ട, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഇന്റർനെറ്റ് കഫേയിൽ പോയി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി ഒറ്റത്തവണ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ www.cseb.kerala.gov.in എന്ന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മുൻകൂട്ടി തന്നെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ ബാങ്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മുൻകൂട്ടി മാർക്ക് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ CSEB-യുടെ ജൂനിയർ ക്ലർക്കിന്റെ എക്സാം സൂപ്പർ ഗ്രേഡ് ആയാലും സ്പെഷ്യൽ ഗ്രേഡ് ഫസ്റ്റ് ആയാലും സ്പെഷ്യൽ ഗ്രേഡ് 2 to 7 ആയാലും ഒരേ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, റിസർവേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് എക്സാമിന്റെ ഏതൊക്കെ ബാങ്കിലാണ് ഇപ്പോ വേക്കൻസീസ് വന്നേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ SSLC അഥവാ തത്തുല്യ യോഗ്യതയും, പിന്നെന്താണ് സബോർഡിനേറ്റ് പേഴ്സണൽ കോർപ്പറേറ്റ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കണം. പിന്നെന്താണ് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പ്രസ്തുത ജില്ലയിൽ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC അല്ലെങ്കിൽ DCM, ഇനി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ GDC തത്തുല്യ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കണം. പിന്നെ കൂടാതെ സഹകരണ വിഷയം എടുത്ത് പഠിക്കുന്ന, അതായത് ഇപ്പൊ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ
വേറെ ഏതെങ്കിലും ഡിഗ്രി ആണ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് HDC അല്ലെങ്കിൽ എന്താണ് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സും പിന്നെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പോ PSC കണക്ക് എന്താ ചില എക്സാമിന് ഇനി ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ബേസിക് ക്വാളിഫിക്കേഷൻ SSLCയും അതിന്റെ ഈക്വലന്റുമാണ്, പിന്നെ JDCയും വേണം. ഇനി BCom കോർപ്പറേഷൻ ഉള്ളവർക്കാണെങ്കിൽ ഒരു ടെൻഷന്റെ കാര്യമില്ല, HDC JDC ഒന്നും വേണ്ട. BCom ടാക്സ് എടുത്തവർക്കാണെങ്കിൽ എന്താണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കോർപ്പറേഷൻ എലക്ടീവ് അഡീഷണൽ കോർപ്പറേഷൻ എഴുതി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി വേറെ ഏതെങ്കിലും ഡിഗ്രി ആണെങ്കിൽ എന്താണ് നമുക്ക് HDC ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം തീർന്നല്ലോ. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോ ഇനി ഏജ് ലിമിറ്റ് നോക്കാന്ന് പറയുന്നോട്ട് എടുക്കാവുള്ളേ. ഇനി ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. പ്രായപരിധി 1/1/2026 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതുമാണ്. ഓക്കെ, പിന്നെ 40 വയസ്സ് കഴിയാനും പാടില്ലാത്തതുമാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത് 18 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയും വേണം, 40 വയസ്സ് കഴിയാനും പാടില്ല. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധി 5 വർഷത്തെ ഇളവാണടാ അനുവദിക്കുന്നത്. മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടുള്ളവർക്ക് എന്താ പിന്നെ വിമുക്ത ഭടന്മാർക്ക്, പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതായത് EWS, പിന്നെന്താണ് എക്സ് സർവീസ്, പിന്നെ ഡിസബിലിറ്റി ഉള്ള 40% കൂടുതൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. അപ്പോ SC ST പെട്ടവർക്ക് എത്രയാണ് 5 വർഷവും EWS പെട്ടവർക്ക് EWS പെട്ടവർക്ക് 3 വർഷവും ഡിസബിലിറ്റി 40%. ഈ പ്രായപരിധി തൊട്ട് ഒന്നേന്ന് എടുക്കണേ, ഇത്രയും നേരം പറഞ്ഞു ഒന്ന് കട്ട് ചെയ്യണേ. അപ്പോ നമുക്കിനി പ്രായപരിധി നോക്കാം. പ്രായപരിധി 1/1/2026 18 വയസ്സ് തികഞ്ഞതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതും. പിന്നെ എന്താ പട്ടിക ജാതിയിൽപ്പെട്ടവർക്ക് 5 വർഷത്തെ എന്താ പ്രായപരിധിയിൽ ഇളവുണ്ട്. പിന്നെന്താണ് EWS ഭടന്മാർക്കും, അതായത് ഭടന്മാർക്കും എന്നുള്ള EWS-ഉം വിമുക്ത ഭടന്മാർക്കും പിന്നെന്താണ് 3 വർഷത്തെ ഇളവുമാണ്. ഭിന്നശേഷിക്കാർക്ക്, അതായത് 40% കൂടുതൽ ഭിന്നശേഷി ഉള്ളവർക്ക് 10 വർഷത്തെയും വിധവകൾക്ക് 5 വർഷത്തെയും ഇളവുകളുണ്ട്. ഓക്കെ ആണ്. ഇനി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്നത് നിങ്ങൾക്ക് അറിയാലോ. നേരത്തെ 160 ക്വസ്റ്റ്യൻ ആയിരുന്നു, 1/2 മാർക്ക് വീതം. എന്നാ ഇപ്പൊ മാറിയിട്ടുണ്ട്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 100 ചോദ്യങ്ങളാണുള്ളത്. ഇനി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എന്താണ് ഇന്റർവ്യൂ ഉണ്ട്. മാക്സിമം 20 മാർക്കാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മിനിമം നിങ്ങൾക്ക് 4 മാർക്ക്, ബാക്കി 16 മാർക്ക് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടും ആയിരിക്കും. ഇനി നമ്മുടെ ഫീസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് 1 കൂടുതൽ സംഘമോ ബാങ്കുകൾക്കോ അപേക്ഷിക്കാം. ഒരെണ്ണോ അല്ല, നിങ്ങൾക്ക് 1 അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് അപേക്ഷിക്കാം. പൊതുവിഭാഗക്കാർക്ക് വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്ക് എന്താണ് പറയുന്നത് ആദ്യത്തെ ഒരു ബാങ്കിന് 150 രൂപയും തുടർച്ചയുള്ള ബാങ്കുകൾക്ക് 50 രൂപയും വീതമാണ്. ഇനി SC ST പെട്ടവർക്ക് ആദ്യത്തതിന് എന്താണ് 50, തുടർച്ചയുള്ള അധികം ബാങ്കുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് 50 രൂപ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടല്ലേ? അപ്പൊ 1 കൂടുതൽ ബാങ്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേക്കൻസികൾ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ സൊസൈറ്റിയിലാണ് ഉള്ളതെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 10/2026 ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ വേക്കൻസീസ് നോക്കാം. ആദ്യം ചെന്നിത്തല തൃപ്പരുന്തര SCB ആലപ്പുഴ ജൂനിയർ ക്ലർക്കിന് 4 വേക്കൻസിയും പിന്നെ
അതിന്റെ സ്കെയിൽ ഓഫ് പേ 18,300 തൊട്ട് 46,830 ഇടയ്ക്ക് സ്കെയിൽ ഓഫ് പേയും. രണ്ടാമത്തത് കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘം കോട്ടയം ജൂനിയർ ക്ലർക്കിന് ഒരു വേക്കൻസിയും. പള്ളുരുത്തി മണ്ഡലം SCB എറണാകുളം ജൂനിയർ ക്ലർക്കിന് 4, SC/ST 1. അപ്പൊ ജനറലിന് 3 വേക്കൻസിയാണ് കിട്ടുന്നത്. ഇനി നാലാമത്തത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പാലക്കാടാണ് കേട്ടോ. അത് SC/STക്ക് ഒരെണ്ണം, ജനറലിന് 3 എണ്ണവും, അങ്ങനെ 4 വേക്കൻസിയാണ്. മകരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഇതെവിടെയാണ്? മലപ്പുറം. ഇത് ജൂനിയർ ക്ലർക്കിന് ഒരു വേക്കൻസിയും. എന്താണ്? സ്കെയിൽ ഓഫ് പേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇനി വളവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറമാണ്, ജൂനിയർ ക്ലർക്കിന് ഒരു വേക്കൻസി. പയ്യന്നൂർ സഹകരണ റൂറൽ ബാങ്ക് കണ്ണൂരാണ് കേട്ടോ, അവിടെ 2 വേക്കൻസി ആണുള്ളത്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് 4 വേക്കൻസി, അത് SC/STക്ക് 2 ജനറൽ കാറ്റഗറിക്ക് 2 വരുന്നത്. എടാ ഗോൾഡൻ ചാൻസ് ആണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി ആണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു പൊസിഷൻ എത്തുമ്പോ എന്താണ്, എല്ലാവരും നമ്മളുടെ പുറകെ വരും, നമ്മളുടെ സ്റ്റാറ്റസ് തന്നെ മാറും, നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം മാറും. എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വീഡിയോസ് പ്രസന്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 11/2026 സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളുടെ വേക്കൻസീസ് നമുക്ക് നോക്കാം. വഞ്ചിയൂർ സഹകരണ സംഘം തിരുവനന്തപുരമാണ് കേട്ടോ. ഇവിടെ ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി, കൺസോളിഡേറ്റഡ് പേ 15,000 ആണ്. അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ ബോധേഡ് ആവേണ്ട, അപ്ലൈ ചെയ്യുക. പുന്നത്തല സർവീസ് സഹകരണ ബാങ്ക് കൊല്ലമാണ്, അവിടെ ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി. ചവറ സർവീസ് സഹകരണ ബാങ്ക് അതും കൊല്ലമാണ്, 2 വേക്കൻസി. കോറ്റങ്കര സർവീസ് സഹകരണ ബാങ്ക് കൊല്ലമാണ്, 3 വേക്കൻസി. അപ്പൊ കൊല്ലത്ത് 3 സ്ഥലത്തിന്റെ ആയിട്ട് അപ്ലൈ ചെയ്യുക. കൊല്ലം ജില്ലക്കാർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കണ്ണമംഗലം SCB ആലപ്പുഴ ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി. കടകരപ്പള്ളി SCB ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി. അകലംകുന്നം വില്ലേജ് സർവീസസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി. തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇടുക്കിയാണ് 1 വേക്കൻസിയും. കറുത്തേട SCB എറണാകുളമാണ് കേട്ടോ, അത് ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി. അതിൽ ഡിസബിലിറ്റി 1 പോവും, അപ്പൊ ജനറൽ കാറ്റഗറിക്കാർക്ക് 1. ഇത് ചെങ്ങമനാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ജൂനിയർ ക്ലർക്ക് 2. വള്ളുവള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം 1 വേക്കൻസി. അത് ഡിസബിലിറ്റിക്കാർക്കാണ്, ജനറൽ കാറ്റഗറിക്കാർ അപ്ലൈ ചെയ്യേണ്ട. ഡിസബിലിറ്റിക്കാർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, അപ്ലൈ ചെയ്യുക. പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ എറണാകുളം ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി ആണ് കേട്ടോ. ഇതും അട്രാക്റ്റീവ് സാലറി തന്നെയാണ്, എല്ലാം അട്രാക്റ്റീവ് സാലറി തന്നെയാണ്. പിന്നെ വെങ്ങണേശ്വരി സർവീസ് സഹകരണ ബാങ്ക് തൃശൂർ 4 വേക്കൻസി. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് തൃശൂർ അതും 2 വേക്കൻസി. പിന്നെ മലപ്പുറത്തുള്ള എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് 2 വേക്കൻസി. ഈസ്റ്റ് എറണാട് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം തന്നെയാണ്, 2 വേക്കൻസി. അതിൽ ഒരെണ്ണം SC/STയും ഒരെണ്ണം ജനറലും പോടാം. കണ്ണാടിപ്പറമ്പ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കണ്ണൂർ 2 വേക്കൻസി വരുന്നുണ്ട്. അതിൽ 1 SC/ST ആണ്, 1 ഡിസബിലിറ്റി ആണ്. ജനറൽ കാറ്റഗറിക്കാർക്ക് ഇവിടെ വേക്കൻസികൾ ഇല്ല. മുളിയാർ സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ്, ഇവിടെ ജനറൽ കാറ്റഗറിക്ക് 4 വേക്കൻസി. 4 വേക്കൻസി എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്നും പറഞ്ഞ് 2 1 ഉള്ള സ്ഥലത്ത് കൊടുക്കാതിരിക്കേണ്ട, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പെഷ്യൽ ഗ്രേഡ് 2 to 7 വരെയുള്ള ജൂനിയർ ക്ലർക്കിന്റെ വേക്കൻസീസ് നോക്കാം. കാറ്റഗറി നമ്പർ 12/2026 ഇത് ചിറയൻകീഴ് താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം തിരുവനന്തപുരത്ത് 1 വേക്കൻസി. തുരുത്തിക്കര സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം 1 വേക്കൻസി. എന്നാനത്ത് സർവീസ് സഹകരണ പത്തനംതിട്ട 1 വേക്കൻസി. കോങ്ങ SCB ആലപ്പുഴ 1 വേക്കൻസിയാണ്. കാഞ്ഞിരപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അത് കോട്ടയം 2 വേക്കൻസി. ഇത് ഒരെണ്ണം ഭിന്നശേഷി വിഭാഗവും ജനറൽക്കാർക്ക് 1 വേക്കൻസിയും പോകുന്നുണ്ട്. തിരുവാർപ്പ് വില്ലേജ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കോട്ടയം 1 വേക്കൻസി. പിന്നെന്താണ് വെള്ളിയ മറ്റം സർവീസ് സഹകരണ ഇടുക്കിയാണ്, അത് 2 വേക്കൻസിയാണ് വരുന്നത്. പുല്ലാപ്പറ്റ കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി 1 വേക്കൻസി. ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 1 വേക്കൻസി വരുന്നുണ്ട്. എല്ലാം അട്രാക്റ്റീവ് സാലറി തന്നെയാണ്. നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ കാലം നീട്ടണ്ട, നമ്മൾ എന്ത് ചെയ്യുക, സാലറി അട്രാക്റ്റീവ് സാലറി തന്നെയാണ്, അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പ്രൊമോഷൻ എക്സാമും നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്ന കോഓപ്പറേറ്റീവ് മേഖലകളിൽ. കുട്ടികളങ്ങാടി
കുട്ടിലങ്ങാടി പഞ്ചായത്ത് വനിതാ സഹകരണ ബാങ്ക് മലപ്പുറം 1 വേക്കൻസി, ശിവപുരം സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി കോഴിക്കോടാണ്, കാവുന്തര സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് 2 വേക്കൻസി, കാലിക്കറ്റ് വനിതാ സഹകരണ സംഘം ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി, ചട്ടഞ്ചാൽ അർബൻ സഹകരണ സംഘം കാസർഗോഡ് 2, അത് ശ്രദ്ധിക്കുക. ഭിന്നശേഷി 1 പോകുന്നുണ്ട്, ജനറൽ കാറ്റഗറിക്കാർക്ക് 1 കൊളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് ജനറൽ കാറ്റഗറി തന്നെയാണ്, ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി, ബളാൽ വനിതാ സർവീസ് സഹകരണ കാസർഗോഡ് ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി. അപ്പൊ നിരവധി വേക്കൻസികൾ, നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്ത് ഇരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജേലോണിന്റെ CSEBയുടെ ജൂനിയർ ക്ലർക്കിന്റെ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരുപാട് സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അതായത് ഇപ്പോഴത്തെ എക്സാമിന് കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്, മനസ്സിലാക്കി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുള്ളൂ. അപ്പൊ എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, എങ്ങനെ കോഡ് ഉപയോഗിച്ച് പഠിക്കാം, എങ്ങനെ എക്സാമ്പിൾ വെച്ച് കാര്യത്തിലോട്ട് നമുക്ക് എത്താം. ഒരു ടോപ്പിക്കിന്റെ ബേസ് തൊട്ട് ഹൈ ലെവൽ വരെയുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. കമന്റ് ചെയ്യുക ഏത് വീഡിയോയുമായിട്ടാണ്, ഏത് കണ്ടന്റുമായിട്ടാണ് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ നെക്സ്റ്റ് വരേണ്ടതെന്നുള്ളത്. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടൊക്കെ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ യൂട്യൂബ് ചാനലിലൂടെ കാണുന്നതാണ്. ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ തീർത്തു തരും. കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 1 ഇയർ വാലിഡിറ്റി ആണ് ഈ ഒരു അവസരം, കളയണ്ട. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്